ഹായ്, എല്ലാവർക്കും നാട്ടുശീലുകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ 21ാമത്തെ വാർഷികമാണ്. കാഞ്ഞൂർ മെഗാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. നമുക്കൊരു പ്രത്യേക ക്ഷണം അതിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഹൗസ് ഓഫ് ഫോക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നാട്ടിറങ്ങിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ഗുരുവായൂർ വെച്ചിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ എനിക്ക് അവിടേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞത് നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. എല്ലാവരും പിള്ളേർ ഭയങ്കര എനർജറ്റിക് പിള്ളേരായിരുന്നു എന്നാണ്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഞാൻ അവിടെ എത്തിച്ചേരാമെന്നുള്ളത്. അപ്പോൾ കാഞ്ഞൂർ നാട്ടുപൊലിമയുടെ 21ാമത്തെ വാർഷികമാണ്. തിമിർപ്പ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. 3 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്. ഒട്ടനവധി ആദരവുകളും നാടൻപാട്ടും മറ്റു രംഗത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് ഒട്ടനവധി ആദരവുകളുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്. കൂടാതെ നാടൻപാട്ടുമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കാലടി എത്താറായിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്ന് കഴിഞ്ഞ് കാലടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പറയുകയാണെങ്കിൽ മറ്റൊരു ഇപ്പം എത്തും. ഞാൻ മറ്റൊരെത്തിന്ന് പറയാൻ കാരണം മറ്റൊരു ആദിശങ്കര കോളേജിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പ്രത്യേകം എടുത്ത് പറയാൻ കാരണം. ഇതാണ് മറ്റൊരു ജംഗ്ഷൻ. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയിട്ട് ഇതായിരുന്നു നമ്മുടെ കോളേജിലേക്കുള്ള വഴി. കാഞ്ഞൂർ നാട്ടുപൊലിമയെ കുറിച്ച് പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്ന കാലഘട്ടത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ചാലക്കുടിയിൽ കാഞ്ഞൂരിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനും ചേട്ടനും കൂടിയാണ് അങ്ങോട്ട് പോയിരുന്നത്. ആ സമയത്ത് ഞങ്ങളടുത്ത് വന്ന് പ്രശാന്ത് ചേട്ടൻ അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. പ്രശാന്ത് ചേട്ടൻ ഞങ്ങളടുത്ത് വന്ന് സംസാരിച്ച് ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞ് ആ സമയത്ത് ഞങ്ങളെക്കുറിച്ച് മീൻസ് കൂട്ടുകാർ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ള ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അവരെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണെന്ന് എടുത്തു പറയാൻ കാരണം ആദ്യമായിട്ടാണ് ഒരു വേദിയിൽ ആ സമയത്ത് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ എടുക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് നാടൻപാട്ട് വേദികളിൽ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരാൾ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പ്രശാന്ത് ചേട്ടനാണ്. അത് കാഞ്ഞൂർ നാട്ടുപൊലിമയിലാണ്. അത് പ്രത്യേകം ഇവിടെ എടുത്ത് പറയണം. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ തന്നെയാണ്. അവർ 21ാമത്തെ വാർഷികമാണ്. അതുകൂടാതെ അതിലൊരു സർപ്രൈസും കൂടിയുണ്ട്. നമ്മൾ തിമിർപ്പിൻ്റെ ബോർഡ് കണ്ടെത്തിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വലിയ ഹോളാണ്. നമ്മൾ മാത്രം എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പ്രശാന്ത് ചേട്ടൻ അവിടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. വലിയ 2 ഫോണല്ലോ.
തന്നെ സംശയമായിരിക്കും. അപ്പോൾ ഈയിടെക്കാണ് നമ്മളെ കണ്ണൂരിലെ ഒരു നാടൻപാട്ട് കലാകാരനായിട്ടുള്ള ഷാജു പനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട കലാകാരൻ്റെ ഒരു 1-ാം ജന്മവാർഷികം. അതിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടുപാട്ട് അറിയുന്ന കണ്ണൂർ ജില്ലയ്ക്കകത്തുള്ള കുറേ നാട്ടുപാട്ട് കൈവശം. എനിക്കൊരു യാത്ര പോകണം പെറ്റൊരുതല്ലേ, എനിക്കൊരു യാത്ര പോകണം പെറ്റൊരുതല്ലേ, അത്തിന്തോ തനതിന്തോ തന തെയ്യാതിനന്തോ, അത്തിന്തോ തനതിന്തോ തന തെയ്യാതിനന്തോ, എടത്താനെനിക്കിലാണെന്റെ പൊന്നുമകനെ, എടത്താനെനിക്കിലാണെന്റെ പൊന്നുമകനെ. ഇത് സിനിമക്കാരുണ്ടായിട്ടില്ല. യഥാർത്ഥ ഈണം ഇവരുടെ താപ്പ് പാടിയ ആ ഈണമാണ് നാട്ടിപ്പാട്ട് എന്ന് പറയുന്നത്. എല്ലാവരും പാട്ട് പാടുന്നവരൊന്നും ഇടപെടണം, ഇത് ലൈവൊക്കെ വേണ്ടിയാണ് അമ്പലം. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഈണം നാട്ടിപ്പാട്ട് എന്ന് പറയുമ്പോൾ ഇതാണ്, അല്ലാതെ സിനിമക്കാർ ഉണ്ടാക്കിയ ഈണമല്ല. ഇതിന്റെ ചില വരികൾ നിങ്ങൾക്ക് അറിയാവുന്ന വരികൾ തന്നെയാണ്. എൻ്റെ കൂടെ നിങ്ങളും പാടിത്തരുമെന്ന് വിചാരിക്കുന്നു. ആ പുലിക നിറപുലികാതെയോ അയ്യോ നിറപുലികാതെയോ ചിമ്മരുമാപ്പിയിലെ കളിച്ചിരി പുതുമകളൊന്നും കോതലെടുക്കേണ്ട. ശിവ ശിവ ശിവൻ തന്റെ തിരുനാമം നാട്ടുടയ നല്ലച്ഛനെ പോറ്റിയേ തുയിലോണരേ. അഭിമുഖീകരിക്കാനുള്ളൊരു വൈമനസ്യം കൊണ്ട് സംസാരിച്ചല്ല, അവയെ വൈകുന്നുള്ളതും മാത്രമാണ്. വലിയ സന്തോഷമുണ്ട് ഒരു സംസാരിക്കുന്നൊരു 5 മിനിറ്റ് തന്നായിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പാലക്കാട് നിന്ന് അറിയുമ്പോൾ തന്നെ അറിയാം. കലയുടെ വിവിധ മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയ കലാകാരൻ ശ്രീമൂലനഗരം വിജയൻ എന്ന അതുല്യ പ്രതിഭയുടെ മഹത്വം കാത്തു സൂക്ഷിച്ച പിന്മുറക്കാരൻ ജഗദീശൻ മറയൂരിൽ അമ്പാടിയുടെ ഓർമ്മയ്ക്കായുള്ള പുരസ്കാരം തിരുവനന്തപുരം വാർഷികാഘോഷ വേദിയിൽ വെച്ച് ആദരപൂർവ്വം കൈമാറി.
നാട്ടുശീലുകളെന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിരവധി നാടൻ പാട്ടുകൾ ജനകീയമാക്കിയ ശ്രീ ബാലു അജയ് തിമിർപ്പ് ഈ പ്രോഗ്രാമും അദ്ദേഹം കവർ ചെയ്യുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ ബാലു അജയനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈത്താളം. ഈ മൊമെൻ്റ് നൽകുന്നത് വയലുകളുടെ അമരക്കാരായ കുട്ടനും പ്രദീപും ചേർന്നാണ്. താങ്ക് യു. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നാടൻപാട്ട് സമിതികൾക്ക് വേണ്ടിയിട്ട് അവരെ വീഡിയോസ് പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് കുറച്ച് പ്രോഗ്രാമുകളൊക്കെ എത്തിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കിൽ കാഞ്ഞൂർ നാട്ടുപൊലിമ വന്നിട്ടുള്ളൊരു സ്നേഹാദരാണിത്. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ട് കിട്ടുന്നൊരു അവാർഡാണ്, അല്ലെങ്കിൽ ഒരു ആദരമാണ്. അപ്പോൾ വളരെ സന്തോഷം. ഇതാണത്.